ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചേക്കുക. അതിനുശേഷം ഇതുപോലൊരു കുക്കറിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നോക്കിയാൽ കാണാം ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിച്ചത്. അപ്പോൾ ഇത് ചിക്കനിൽ തന്നെയുള്ള വെള്ളമാണ്. അപ്പോൾ ഇതൊട്ടും ഒഴിവാക്കണ്ട. നമുക്ക് ഈ ഒരു വെള്ളം മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരും. ചിക്കൻ നമുക്ക് ഇതുപോലെ ഒട്ടും എല്ലൊന്നുമില്ലാതെ കൈകൊണ്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നേരത്തെ വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വലിയ ഉള്ളിയും കൂടി ചെറുതാക്കി മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് വേണം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് വേണം കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് ഉള്ളിയും ക്യാരറ്റും എല്ലാം ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് തണിയാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്നാക്സിലേക്ക് മയോണൈസൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുത്ത 2 കോഴിമുട്ടയുടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന മഞ്ഞ ഞാൻ ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. പിന്നെ മുട്ടയുടെ മഞ്ഞയൊക്കെ ഓവറായിട്ട് ചേർക്കുമ്പം ടേസ്റ്റും കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മയോണൈസിന് വേണ്ടി എടുത്ത മുട്ടയുടെ മഞ്ഞയാണ് ഇതിപ്പോൾ 2 എണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ചിക്കൻ വേവിച്ച വെള്ളമാണ്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മുട്ടയുടെ മഞ്ഞ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ വെള്ള അടക്കം ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഒത്തിരി കട്ടിയായി പോവരുത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കുക, വളരെ കനം കുറച്ച് ഒട്ടും കട്ടിയില്ലാതെ ഇതുപോലെ നൈസായിട്ട് വേണം ദോശയായി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വേണം ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് രണ്ട് സൈഡും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ദോശയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ ദോശയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മിക്സാണ്. ഇതിലേക്ക് ഇനി മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ അതേ സ്ട്രക്ചറിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ്. അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഷവർമേൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതാ നമ്മുടെ ദോശ ഒന്ന് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ ഈ മിക്സ് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണോളാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്സും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരോ ആണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.